വയനാട് പുനരധിവാസത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന് നിശ്ചയിച്ച നഷ്ടപരിഹാര തുക കുറവെന്ന് ആക്ഷേപം. ഹൈക്കോടതിയിൽ പുതിയ ഹർജി നൽകി നഷ്ടപരിഹാരമായി 549 കോടി രൂപയ്ക്ക് അർഹതയുണ്ട് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അടക്കം ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായിട്ട് 26 കോടി രൂപ നഷ്ടപരിഹാര തുകയായിട്ട് ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കണമെന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അതിനിടയിൽ തന്നെയാണ് ഈ ഭൂമി ഏറ്റെടുപ്പിൽ തങ്ങൾക്ക് കൂടുതൽ നഷ്ടപരിഹാര തുകയ്ക്ക് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു പുതിയ ഹർജി കൂടി ഫയൽ ചെയ്തിട്ടുള്ളത്. ഭൂമിയുടെ വില മാത്രമായിട്ട് 549 കോടി രൂപയ്ക്ക് അവകാശം ഉണ്ടെന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വാദം. നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള 26 കോടി രൂപ അത് തീരെ കുറവാണ്. പ്രദേശത്ത് സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ വില പോലും കണക്കാക്കാതെയാണ് നഷ്ടപരിഹാര തുക ഭൂമിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഭൂമിയുടെ വിലയ്ക്ക് പുറമെ ഓരോ തേയിലച്ചെടിക്കും വില കണക്കാക്കണം. എസ്റ്റേറ്റിലെ മരങ്ങളുടെ വിലയും വെവ്വേറെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിയിൽ വന്നിരിക്കുന്നത്. ഹർജിയിൽ ഈ വെവ്വേറെ തേയിലച്ചെടിക്കും മരങ്ങൾക്കും തുക കണക്കാക്കുന്ന സമയത്ത് ഈ 549 കോടി രൂപയ്ക്ക് അർഹതയുണ്ട് എന്നുള്ള വാദവും എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി നാളെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. 26 കോടി രൂപയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ എൽസ്റ്റൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരമായിട്ട് നൽകാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തുക അത് കുറഞ്ഞു പോയെന്നുള്ള പരാതി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിനോദ്, വയനാട് പുനരധിവാസത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന് നിശ്ചയിച്ച നഷ്ടപരിഹാര തുക കുറവെന്ന ആക്ഷേപം. ഹൈക്കോടതിയിൽ പുതിയ ഹർജി ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.